ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കമ്പ്യൂട്ടർ മേഖലയിൽ പ്രത്യേകിച്ചും പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും IT-ലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ ഡിപ്ലോമ, ബിടെക് മുതലായ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കൊക്കെ, ഈവൻ PGDC ഉള്ളവർക്ക് പോലും PSCയിൽ ഇപ്പോൾ നിരവധി അവസരങ്ങളാണ് വരുന്നത്. പലപ്പോഴും ആ അവസരങ്ങൾ ഈ ഒരു അടുത്ത സമയത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ അവസരങ്ങൾ ഈ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. വളരെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്, കേരള യൂണിവേഴ്സിറ്റീസിലേക്ക്, ബിപ്കോയിലേക്ക്, KRFEDലേക്കൊക്കെ ഇങ്ങനെ നിരവധി വേക്കൻസികളാണ് നിലവിൽ കേരള PSC വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ പരീക്ഷകളുടെ ഒരു കാലക്രമം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഡിസംബറിൽ വന്ന സൈക്കിളിലും എല്ലാ പരീക്ഷകളും കവർ ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഈ പരീക്ഷകൾ മുഴുവൻ അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ യോഗ്യത പലപ്പോഴും ഏറെക്കുറെ സിമിലർ ആയിരിക്കും. അതായത് PGDC മാത്രം ബേസ് യോഗ്യതയായിട്ടുള്ളവരും അവർക്കും MTech ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ. അതായത് പലപ്പോഴും കേരളത്തിൽ അഭ്യസ്ത വിദ്യരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഈ എല്ലാ തസ്തികകളിലും അപ്ലൈ ചെയ്തിരിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ആയിരിക്കണമെന്നില്ല, ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും. അതായത് നിങ്ങളുടെ ഒരു നീണ്ട പ്രിപ്പറേഷൻ നിങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവരുടെ പ്രിപ്പറേഷൻസ് നടത്തുവാൻ മതിയായ സമയം നിങ്ങളുടെ മുമ്പിൽ ലഭിക്കും എന്നത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഡിസംബറിലെ എക്സാം കലണ്ടർ കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർത്തും പറയാൻ പറ്റും PSCയിൽ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുകളുടെ എക്സാം, വ്യത്യസ്ത പ്രോഗ്രാമറുകൾ അങ്ങനെയുള്ള വ്യത്യസ്ത തസ്തികകളിൽ വിളിച്ചിട്ടുള്ള എക്സാമുകൾ എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ അതൊരു ഫെബ്രുവരിക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഫെബ്രുവരിക്ക് ശേഷം മാത്രം നടക്കുന്ന പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം നടക്കുന്ന പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ എന്തായാലും അത്യാവശ്യ സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാനെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു അവസരം നൽകുകയാണ്. മറ്റൊന്നുമല്ല, ഒരു വെബിനാറാണ്. അതായത് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഒരു കോൺടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിലബസിൽ വരുന്ന കുറേ അധികം പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾക്ക് ഒരു 150 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു വെബിനാർ തരികയാണ്. ഈ മേഖലയിൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വെബിനാറിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാൻ പറ്റും. ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് ഒരു സമയബന്ധിതമായിട്ട് പഠിക്കുവാനുള്ള ഒരു ധാരണ നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. സമയം 8 മണിയാണ്. നടത്തുന്നത് ഷെഫീന മിസ്സാണ്. അപ്പം ഈ മിസ് വളരെ കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ അവഗാഹമുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല, പുള്ളിക്കാരിക്ക് നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് കൃത്യമായിട്ടറിയാം. കാരണം ഈ ഒരു മേഖലയിൽ തന്നെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ളൊരു മിസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഇതൊരു ധാരണയായിട്ടും ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങളെ നയിക്കുകയും ചെയ്യും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ വെബിനാറിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30 വരുന്ന മൺഡേ ആണ്. വൈകുന്നേരം 8 മണിക്കാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ആകെ ഒരു റെസ്പോൺസിബിലിറ്റി. കറക്റ്റ് ആ സമയത്ത് നിങ്ങൾക്ക് ഈ ലിങ്കിൽ കയറുവാനും നിങ്ങൾക്ക് വീഡിയോ കാണുവാനും നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പൂർണ്ണമായിട്ടും ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. ഇതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മറക്കണ്ട, ഡേറ്റ് ഒന്നുകൂടി പറയുകയാണ്. സെപ്റ്റംബർ 30 ഈ വരുന്ന മൺഡേ 8 മണിക്കാണ്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ അത് രജിസ്റ്റർ ചെയ്യുക. ഇനിയും ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വെബിനാറിലൂടെ സൗജന്യമായിട്ട് തരുന്നതാണ്. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത് നമ്മുടെ കോഴ്സിനെ പറ്റിയാണ്. നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഏതാണ്ട് പരീക്ഷയുടെ സമയം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു, ഏതാണ്ട് 150-ൽ കൂടുതൽ ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങാമെന്ന് കരുതുന്നവരുണ്ടാവും, ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ലക്ഷ്യമില്ലാതെ പഠിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തലത്തിലാണ് പഠിക്കുന്നവരുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 150 ഡേയ്സ് കൊണ്ട് ഈ കണ്ടന്റ് മുഴുവൻ പഠിച്ചു തീർത്ത് ഒരു കൃത്യമായ റിവിഷനിലൂടെ പരീക്ഷയുടെ ആദ്യത്തെ റാങ്കുകളിൽ തന്നെ ഉൾപ്പെടത്തക്ക രീതിയിൽ ഏണസ്റ്റ് അക്കാഡമി നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കോഴ്സ് ഒരു 150 ഡേയ്സിന് ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള പ്രത്യേകത, കോഴ്സുകളെ ടോപ്പ് ടു ബോട്ടം കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കത്തക്ക രീതിയിൽ ഒരു മെന്റർ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്.
അതായത് 150 ഡേ കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും, അതായത് കമ്പ്യൂട്ടർ ആൻഡ് IT അലൈഡ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും പൂർണ്ണ അർത്ഥത്തിൽ സജ്ജരാകുവാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകും എന്നത് 100% ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു 150 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ടോപ്പിക്കുകൾ മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധാരാളം മോക്ക് ടെസ്റ്റുകൾ എഴുതി നിങ്ങളുടെ സ്കില്ലും എബിലിറ്റിയും കൂട്ടാൻ പറ്റും. ഈ 150 ഡേയ്സിൽ ക്ലാസ്സുകൾ മാത്രമല്ല, അതിനകത്തും ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. പക്ഷേ അധികമായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള സമയവും പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്താൽ മതിയാവും. ഇത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ തരാൻ പോകുന്ന ഒരു ബാക്ക് ബോൺ ചെറിയ ഒരു ബാക്ക് ബോൺ അല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു അവസരം സ്കിപ്പ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഈ ഒരു 150 ഡേയ്സിന്റെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും നമ്മൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു സന്തോഷമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഈ IT ആൻഡ് അലൈഡ് മേഖലയിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ടും IT ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാമുകൾ നടത്താനും അതിൽ തന്നെ 1ാം റാങ്കുകാരെ സൃഷ്ടിക്കാനും പറ്റി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ എഫേർട്ടിനൊപ്പം തന്നെ അവർ കൂടി നിന്നപ്പോൾ അവർക്ക് കിട്ടിയത് വലിയ അതിമധുരമാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒരാളാണ് അമൽ വിൽസൺ, രണ്ടാമത്തെ ആളാണ് ഷാജു കെ നായർ. ഇവർ രണ്ടുപേരും 1ാം റാങ്കുകാരാണ്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഞങ്ങളുടെ റിസൾട്ടിനെ പറ്റി അഭിമാനപൂർവ്വം പറയുകയാണെങ്കിൽ ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖല, അതായത് IT യുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒരു മേഖലയിൽ നമുക്ക് വിജയികളെ സൃഷ്ടിക്കാൻ പറ്റിയത് ഏതാണ്ട് 30-നടുത്താണ്. അതായത് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 30ഓളം റാങ്ക് ജേതാക്കളെ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ റാങ്ക് ജേതാക്കളാണ്. ഇനിയും പ്രോഗ്രാമർ കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ പ്രോഗ്രാമർ തസ്തികയിലേക്ക് മുഴുവൻ വന്ന 101 റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 30-ലധികം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളവരാണ്. അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ 30% ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു അഭിമാനവും ഞങ്ങൾക്ക് വേറെ ഇല്ല. അപ്പം ഇത്രമാത്രം റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾ കോഴ്സിനെ പറ്റി പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ് 180 ദിവസം കൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് ലെവലിൽ എത്തിക്കുവാനും ട്രാക്കിൽ എത്തിക്കുവാനും ഈ ഒരു എക്സാമിനേഷന് നിങ്ങൾക്ക് മതിയായ റാങ്ക് വാങ്ങിത്തരാനും പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും ഈ ഒരു അവസരം കളയരുത്. ഉടൻ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വെബിനാറിനെ പറ്റി അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.